1.5 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിലായി. വാഗമൺ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. 2 യുവാക്കൾ ഉൾപ്പെടെ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അടുത്ത നാളുകളായി ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമൺ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും നടത്തിവന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസന്റെ നേതൃത്വത്തിൽ ജില്ലാ ഡാൻസ് അപ്പ് ടീമും വാഗമൺ പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ടീമിനെ പിടികൂടാനായത്. വാഗമൺ പാറക്കെട്ടും മരുന്നുമൂട്ടിൽ വിജയകുമാർ എന്നയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1 കിലോ 400 ഗ്രാം ഉണക്ക കഞ്ചാവ് പിടികൂടി. ഇയാളുടെ മൂത്ത മകൻ വിവേക്, പഴയചന്ത പുളിക്കപ്പറമ്പിൽ പ്രജീഷ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വാഗമൺ പാറക്കെട്ട് കേന്ദ്രീകരിച്ച് വ്യാജമദ്യം, കഞ്ചാവ്, സിന്തറ്റിക് ലഹരി വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പനയും അനാശാസ്യവും നടക്കുന്നുവെന്ന് നാളുകളായി പരാതി ഉയർന്നതാണ്. പലതവണ രഹസ്യ വിവരം പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വാഗമൺ CI ക്ലീറ്റസ് കെ ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് ലഭിച്ചത്. ഇവിടെ എത്തി ലഹരി സാധനങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വാങ്ങാറുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവരുടെ ഗുണ്ടായിസത്തെ ഭയന്നാണ് ആരും പുറത്തു പറയാത്തത്. വാഗമൺ ഒരു ലഹരിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.